നമ്മൾ ഇന്നത്തെ അവിയലാണ് ചെയ്യാൻ പോണത്. നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, ക്യാരറ്റ്, കുമ്പളങ്ങ, മുരിങ്ങക്കോലും സവോള, അച്ചിങ്ങി. പിന്നെ നമ്മൾ പച്ചക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പച്ചമുളകും കറിവേപ്പില ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണേ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് വേവാവുന്ന സമയത്ത് നമുക്ക് ഇതിനോട്ട് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ചേർത്താണ് നമ്മൾ അരക്കുന്നത്. അരച്ചെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് അരക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പിന്നെ ആ വേഗം വെച്ചതിലോട്ട് പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ അരപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാവേ. അമ്മതി ആ പച്ചക്കറിയുടെ നടുക്കോട്ട് തന്നെ ആ അരപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കിയൊന്നുമില്ല, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തേ. എന്നിട്ടാണ് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തത്. അപ്പം അമ്മ ചെയ്യുന്നത് വേറൊരു ബൗളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും കൂടെ പിച്ചിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ അവിയലിലോട്ട് ഒഴിച്ച്. ഓൾറെഡി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് തുറന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. റെഡിയായി, അവിയൽ റെഡിയായി.